അപ്പോൾ ഗെയ്സ്, ഇന്ന് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസൂർ സൂവിലേക്കാണ് നമ്മുടെ യാത്ര. മൈസൂർ യാത്രയിൽ നമ്മൾ നിർബന്ധമായും കാണേണ്ട ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ മൈസൂർ സൂ. ശ്രീ ചാമരാജേന്ദ്ര സയോളജിക്കൽ ഗാർഡൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മൈസൂരിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് കേട്ടോ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ട് വഴി സൂമിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് 100 രൂപയാണ് മൈസൂർ സൂ വിസിറ്റ് ചെയ്യാനുള്ള ചാർജ് ഈടാക്കുന്നത്. ക്യാമറയ്ക്ക് പ്രത്യേകം ചാർജ് ഉണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വയസ്സായവർക്കും ചെറിയ കുട്ടികൾക്കുമൊക്കെ ബാഗി സർവീസ് അവിടെ ഉണ്ട്. അതിന് ഒരാൾക്ക് 200 രൂപ ക്യാഷ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏറ്റവും നല്ലത് മൈസൂർ സൂ സന്ദർശിക്കേണ്ടത് നടന്നുകൊണ്ടാണ്. പറ്റുമെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ നിങ്ങൾ അത് മുഴുവനായി നടന്നു കാണുക എന്നതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. 158 ഏക്കറിൽ 126 വർഷം പഴക്കമുള്ള ഈ ഒരു സൂ കാണുന്നതിന് ഏകദേശം 3 മണിക്കൂർ സമയം എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 30ലധികം രാജ്യങ്ങളിൽ നിന്ന് 168 ഇനങ്ങളിൽ വരുന്ന 1450ലധികം ജീവികൾ ഇവിടെയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും അധികം ഉള്ളത് പക്ഷികളാണ്. 160കളിൽ അധികം തരം പക്ഷികൾ ഇവിടെയുണ്ട് എന്നറിയാം. ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ അവധിയായിരിക്കും. അപ്പോൾ നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ചകളിലെ അവധി ദിവസമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗറില്ല എന്നറിയപ്പെടുന്ന ജീവിയാണിത്. മറ്റു സൂകളിൽ നിന്നും കാണാത്ത ഇനം ജീവികളാണ് സീബ്രയെ പോലെയുള്ള, അതുപോലെ തന്നെ കരടി, പന്നികളൊക്കെ എന്നറിയപ്പെടുന്ന ജീവികൾ. അങ്ങനെ ഒരുപാട് ജീവികൾ മറ്റു സൂകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മൈസൂർ സൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കാഴ്ചക്കാരെയും നമുക്ക് കാണാൻ സാധിച്ചു. മാൻപേടകൾ, പലതരത്തിലുള്ള മാൻപേടകൾ വളരെ ഭംഗിയോടെ കൗതുകത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊമ്പുകളുള്ള, അതുപോലെ തന്നെ കാട്ടുപോത്തുകളെ നമുക്ക് കാണാൻ, അവർ മേയുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ആനകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ് ഇവിടെ ഈ കാണുന്നത്. അതുപോലെ തന്നെ പല മോഡലുകളിലായി പല ജിൻസുകളിൽപ്പെട്ട കരടികളെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമ്മൾ പാമ്പുകളുള്ള മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് തരം പാമ്പുകൾ, പല രാജ്യങ്ങളിൽ നിന്നും കൊടുന്ന, പല സ്ഥലങ്ങളിൽ നിന്നും കൊടുന്ന ഒരുപാട് തരം പാമ്പുകളെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇനി ഒരുപാട് ഇവിടുന്ന് അങ്ങോട്ട് കാണാനും ഉണ്ട് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ പാമ്പും അതിൻ്റെ രേഖ ഒക്കെ അവിടെ പടത്തിലും അതുപോലെ തന്നെ ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ഓരോരുത്തരും ഓരോ പാമ്പിൻ്റെ എന്താണ് ഒക്കെ എന്ന് മനസ്സിലാക്കേണ്ട ഓരോ ഭാഗവും നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള പാമ്പുകളൊക്കെ കണ്ട്, ചില ആളുകളൊക്കെ പേടിച്ച്, ചില ആളുകളൊക്കെ ധൈര്യത്തോടെ മുന്നോട്ട് പോയി. എന്തായാലും വന്നതല്ലേ എന്നിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ കണ്ടാമൃഗത്തെയാണ് ഇനി കാണുന്നത്. എപ്പോഴും വെള്ളത്തിലായിരിക്കും ഈ കണ്ടാമൃഗം എന്ന് പറയുന്നത്. വെള്ളവും എപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. വെള്ളവുമായി എപ്പോഴും അടുത്ത ബന്ധമുള്ള ജീവിയാണ് നമ്മുടെ കണ്ടാമൃഗം. അതുപോലെ തന്നെ നമ്മൾ എവിടെയും സൂകളിൽ കാണാത്ത ഒരു ജീവിയാണ് ജിറാഫ്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.